ആ മുഖ്യമന്ത്രി 4 ദിവസം ഈ പ്രളയകാലത്ത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെലികോപ്റ്റർ യാത്ര, ഉച്ചഭക്ഷണം, നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ട പ്രമാണിയുടെ വീട്ടിൽ കണ്ടില്ലേ വിഭവങ്ങൾ, നിരത്തി വെച്ച വിഭവം പത്രമതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉച്ചഭക്ഷണം അവിടെ, പിന്നെ ജ്വല്ലറി ഉടമയുടെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടനം. ഇവിടെ വെള്ളം കയറി പാവപ്പെട്ട മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിരവധി ജീവൻ നഷ്ടപ്പെടുകയാണ്. അതാണ് തിരുവനന്തപുരത്ത് ജോണിന്റെ മകൾ, ജോണിന്റെ മക്കള്, ഇതിൽ ജിജോ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, പെൺകുട്ടി. ആ കുട്ടി ചോദിക്കുകയാണ് മുഖ്യമന്ത്രിയോട്, എന്റെ പാപ്പയെ കാണാതായിട്ട് 5 ദിവസമായി, നിങ്ങൾ ഹെലികോപ്റ്ററുമായിട്ട് ഭാര്യാപിതാവിനെ കാണാൻ പോയി, 5 ദിവസമായിട്ട് കാത്തിരിക്കുന്ന ഞങ്ങളുടെ മുമ്പിൽ ഒരു സാന്ത്വന വാക്ക് പറയാൻ പോലും ഒരാളുണ്ടായില്ല. കണ്ണീരോടുകൂടി പറഞ്ഞ കാര്യമാണ് തൻ്റെ സ്വന്തം പാപ്പയെ പറ്റി. വളരെ അപൂർവം സമ്മേളനങ്ങളിൽ ഒന്നാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന ഈ പ്രതിഷേധ കൂട്ടായ്മ. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മണ്ണാണ് ഇപ്പോഴും പറവൂർ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഓരോ ദിവസവും പത്രസമ്മേളനത്തിലായാലും പൊതുവായിട്ടുള്ള പരിപാടികളിലായാലും പറയുന്ന കാര്യങ്ങളിൽ പലതും കളവായിട്ടാണ് നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഒരു കളവ് പറയുന്ന പ്രതിപക്ഷ നേതാവായിരുന്നു മുമ്പ്. ഇപ്പോഴൊരു സ്ഥാനം മാറിയിട്ടും ആ കളവ് പറയുന്നതിൽ ഒരു മാറ്റവും മുഖ്യമന്ത്രിയായിട്ടും വി ഡി സതീശനും വരുത്തുന്നില്ല. അത് മുഖ്യമന്ത്രി പദത്തിന് തന്നെ ചേർന്ന ഒന്നല്ല എന്നാണ് ലളിതമായ ഭാഷയിൽ പറയുന്നത്. ഇവിടെ നിതിൻ തന്നെ കുറെ കാര്യങ്ങൾ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞു. ഇപ്പോഴും ഈ പ്രശ്നം സജീവമാവാനുള്ള കാരണം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തല ഇന്നത്തെ മുഖ്യമന്ത്രി വി ഡി സതീശന് നേരെ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി അതിന്റെ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി. ആ റിപ്പോർട്ട് അനുസരിച്ച് വി ഡി സതീശൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. വി ഡി സതീശനെ കുറ്റവിമുക്തമാക്കുന്ന ഒരു പരസ്യ പ്രഖ്യാപനം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണല്ലോ മുഖ്യമന്ത്രിയെ വെള്ളപൂശി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് സാധാരണ രീതിയിൽ ഉണ്ടാവുന്ന ഒരു സംഭവമല്ല. സാധാരണ വിജിലൻസ് അന്വേഷണം നടന്നു, അതിന്റെ റിപ്പോർട്ട് ഗവൺമെന്റിന് കൊടുത്തു. ഗവൺമെന്റ് ആ റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും കൊടുക്കുമ്പോഴേക്ക് തന്നെ വാർത്ത വരും, പത്രത്തിലൊക്കെ വാർത്ത വരും, ചാനലിലൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെയൊരു സാഹചര്യം വരുമ്പോൾ ഒന്നുകിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ വകുപ്പ് മന്ത്രി ഈ കാര്യം സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തും. ഇതാണ് സാധാരണയുള്ള നില. എന്നാൽ ഈ റിപ്പോർട്ട് കിട്ടിയ അന്ന് തന്നെ മുഖ്യമന്ത്രിയെ കുറ്റവിമുക്തനായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു മന്ത്രി രമേശ് ചെന്നിത്തല പരസ്യമായി മുഖ്യമന്ത്രിയുടെ നേരെയുള്ള വിജിലൻസ് അന്വേഷണത്തിൽ കഴമ്പില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിന്റെ വിശദീകരണത്തിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി സാധാരണ പറയുന്ന പോലെ തന്നെ കളവ് പറഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസും നിലവിലില്ല, എല്ലാ കേസും അവസാനിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹവും പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഹൈക്കോടതിയിൽ കേസുണ്ട്. വിജിലൻസ് കേസ് മാത്രമേ അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ.
അതങ്ങനെ അവസാനിപ്പിക്കാനാവുന്നതാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. ആ കേസ് അങ്ങനെ അവസാനിപ്പിക്കാനാവുന്നതല്ല. ഹൈക്കോടതിയിലുള്ള കേസും അങ്ങനെ വേഗം അവസാനിക്കില്ല. കേസ് കൊടുത്തത് CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരോ അല്ല. യൂത്ത് കോൺഗ്രസിന്റെ തന്നെ ജില്ലാ സെക്രട്ടറിയാണ് യഥാർത്ഥത്തിൽ കേസ് നൽകുന്നത്. ഇതൊരു വലിയ തട്ടിപ്പാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഈ കേസിലേക്ക് പോകുന്നത്. ആ കേസ് നിലവിലുണ്ട്. മറ്റു ചില പൊതു താല്പര്യമുള്ള ചില ആളുകളും ആ കേസിന്റെ ഒപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി. ആ കേസ് നിലനിൽക്കുകയാണ്. ഇപ്പോൾ കേസ് അവസാനിച്ചിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം. അവസാനിപ്പിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് ഗൗരവപൂർവ്വം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു ചിത്രം, ആഭ്യന്തരമന്ത്രി തന്നെ വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഇങ്ങനെയുള്ള ഒരു കാര്യം പറയുമ്പോൾ യാദൃശ്ചികമായിട്ടാണെങ്കിലും അദ്ദേഹം ഒരു കാര്യം അഴിമതി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി തൊട്ട് തലേ ദിവസം, അതായത് ഈ പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം വിജിലൻസ് വിസിൽ എന്ന ഒരു പദ്ധതിക്ക് രൂപം നൽകുകയും അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ പേരാണ് വിജിലൻസ് വിസിൽ. ആ പദ്ധതിക്ക് തുടക്കം കുറിച്ച് തൊട്ടടുത്ത ദിവസം അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് വിജിലൻസ് വിസിൽ. അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് യഥാർത്ഥത്തിൽ ഈ വിജിലൻസ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഒന്നും തന്നെ മുഖ്യമന്ത്രിക്ക് നേരെ തെളിവില്ല, അതുകൊണ്ട് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് ഈ വിജിലൻസ് വിസിൽ പ്രഖ്യാപിച്ച തൊട്ടടുത്ത ദിവസം. യാതൊരു തെളിവുമില്ല എന്നാണത്രേ ഇപ്പോൾ പറയുന്നത്. പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ, പ്രത്യേകിച്ച് നിങ്ങളോട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കേണ്ട കാര്യത്തിൽ നിങ്ങൾക്കെല്ലാം നല്ല ധാരണയുള്ളവരാണ്. എല്ലാവരുടെയും മുമ്പിൽ കൃത്യമായ തെളിവുണ്ട്. ആ തെളിവെന്താ? VD സതീശൻ UK സന്ദർശിച്ചു. അതെല്ലാവർക്കും അറിയാം. അവിടെ പോയി ഒരു പരിസ്ഥിതി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് എന്നാണ് അവർ ആദ്യം പറയുന്നത്. അല്ലെ, കളവാണല്ലോ അറിയാം. ഒരു പരിസ്ഥിതി സമ്മേളനം അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സമ്മേളനത്തിന്റെ ക്ഷണം കിട്ടിപ്പോയതുമല്ല. മാത്രമല്ല, കേരളത്തിന്റെ MLA എന്ന നിലയിൽ പോകുമ്പോൾ കേരള നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ അംഗീകാരം വാങ്ങണം. കേരള നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ അംഗീകാരം വാങ്ങിയിട്ടില്ല. 2018 എന്ന് പറയുന്നത് പ്രളയത്തിന്റെ പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലത്തിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി, അതുപോലെ കേരളത്തിന്റെ മന്ത്രിമാർ കേരളം അഭിമുഖീകരിച്ച് ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള ഈ പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് കേരളീയരെ മുക്തമാക്കുന്നതിന് വേണ്ടി, രക്ഷിക്കുന്നതിന് വേണ്ടി ലോകത്തിന്റെ വിവിധ മേഖലയിൽ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ സഹായം നൽകാം, നിങ്ങളിങ്ങോട്ട് വന്നോ എന്ന് ഗവൺമെന്റിന് കൃത്യമായി നിർദ്ദേശം കിട്ടിയിട്ടും ആ തുക വാങ്ങുന്നതിന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ഞങ്ങൾക്ക് അനുവാദം വേണമെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര ഗവൺമെന്റ് ഒരു മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ദുരിതാശ്വാസ നിധി ശേഖരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് തരാം, 10-100 കോടി ഉറുപ്പിക തരാം എന്ന് വാഗ്ദാനം ചെയ്ത രാജ്യങ്ങളിലേക്ക് പോലും പോകാൻ അനുവാദം കൊടുത്തില്ല. അങ്ങനെ അനുവാദം കൊടുക്കാത്ത സന്ദർഭത്തിൽ 2018 ഈ പ്രളയ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ ഒരു MLA ആയ VD സതീശന് കേന്ദ്ര ഗവൺമെന്റിന്റെ വിദേശത്ത് പോകാനുള്ള അനുവാദം നൽകിയിട്ടുണ്ടോ? ഇതൊരു വളരെ ഗൗരവമുള്ള ചോദ്യമാണ്. ഇനി കിട്ടിയെങ്കിൽ, അനുവാദം കിട്ടിയെങ്കിൽ ഇവർക്ക് ആർക്കും കിട്ടാത്ത ആനുകൂല്യം എന്തടിസ്ഥാനത്തിലാണ്
വി ഡി സതീശൻ എന്ന കോൺഗ്രസ് നേതാവിന് ലഭിച്ചത്. അത് ഞങ്ങൾ ഇപ്പോഴേ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് BJP ഡീല്. വി ഡി സതീശൻ മുമ്പ് ഗോൾവാൾക്കറുടെ ഫോട്ടോന്റെ മുമ്പിൽ പോയി നമസ്കരിച്ച് പുഷ്പാർച്ചന നടത്തുന്ന ചിത്രം നമ്മൾ കണ്ടതാണ്. അപ്പോൾ RSSുമായി BJPയുമായിട്ടുള്ള ലിങ്ക്, ഡീലുള്ള കാര്യം അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ നിങ്ങൾക്ക് UK പോകാൻ, ഇംഗ്ലണ്ടിലേക്ക് പോകാൻ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകിയത്? നൽകിയിട്ടുണ്ടോ? നൽകിയിട്ടില്ലേ? ഈ കാര്യം ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. ഇതവിടെ പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള അംഗീകാരം, UK എന്ന രാജ്യത്തേക്ക്, ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള വിസക്കുള്ള അംഗീകാരം. എന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു വിദേശ പൗരൻ, അവിടെ എത്തിയാൽ ഒരു വിദേശ പൗരൻ ഇംഗ്ലണ്ടിൽ നിന്ന്, UK-യിൽ നിന്ന്, ബർമിംഗാം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ വിളിച്ചു ചേർത്ത നിരവധി യോഗങ്ങളിൽ ഈ കേരളത്തിലുണ്ടായ ദുരന്തം, പ്രളയം അതീവ ഗൗരവതരമാണെന്നും ആ ഗൗരവതരമായ ദുരന്തം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വന്ന നാട് എൻ്റെ മണ്ഡലമായ പറവൂരാണെന്നും ആ പറവൂരിലുള്ള പാവപ്പെട്ട മനുഷ്യർക്ക്, അദ്ദേഹം അവിടെ എന്ന് പറഞ്ഞത് 216 വീടുകൾ, തയ്യൽ മെഷീൻ്റെ എല്ലാം കാര്യം പറയുന്നുണ്ട്, അത് ഞാൻ ചെയ്യുന്നതാണെന്നാണ്. ഒരു 216 വീടെങ്കിലും വെച്ചു കൊടുക്കാൻ വേണ്ടി, ഇവിടെ പറഞ്ഞതുപോലെ 2000-ലധികം വീടുകൾ വെച്ചു കൊടുത്ത മണ്ഡലമാണ് ഈ മണ്ഡലം. അത് കൃത്യമായ ഇടതുപെട്ട ജനാധിപത്യ മുന്നണിയുടെ പരിപാടിയുടെ റീബിൽഡ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് 216 വീട് വെച്ചു കൊടുക്കണം എന്ന്. 216 വീട് വെച്ചു കൊടുക്കാനുള്ള പണം നിങ്ങൾ തരണം. അദ്ദേഹത്തിന്റെ അസംബ്ലിയിൽ വന്ന പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു നയാ പൈസയും ഞാൻ പിരിച്ചിട്ടില്ല, പണം പിരിച്ചിട്ടില്ല എന്നാണ്. കളവാണല്ലോ എപ്പോഴും പറയുക. ആ കളവ് പിടിക്കപ്പെട്ടപ്പോൾ പിടിച്ചത് വെറുതെയല്ല, നിയമസഭ അതിൻ്റെ അകത്ത് തന്നെയുള്ള MLA-മാർ, അത് അന്ന് MLA-മാരായിരുന്ന, ഇവിടെ പറഞ്ഞല്ലോ, ശർമ്മ ഉൾപ്പെടെ, സ്വരാജ് ഉൾപ്പെടെ, ജെയിംസ് മാത്യു ഉൾപ്പെടെ, അവരെല്ലാം ചേർന്ന് വിഷയം അവതരിപ്പിക്കുകയും ജെയിംസ് അവസാനം ബർമിംഗാമിൽ നടന്ന യോഗത്തിലെ വി ഡി സതീശന്റെ പ്രസംഗം കൃത്യമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ നിയമസഭയിൽ അവതരിപ്പിച്ചു. അവിടെ പ്രസംഗിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം മുഴുവൻ ജനങ്ങൾക്ക് മനസ്സിലായി. അതിൻ്റെ സീനൊക്കെ കാണിച്ചു കൊടുക്കുന്നു. ഇത് മറന്നുപോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോൾ, സാധാരണ പത്രസമ്മേളനം നടത്തുമ്പോൾ പറയാനുള്ളത് അങ്ങോട്ട് പറഞ്ഞ് അവസാനിപ്പിക്കലാണ്, ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കലാണ്. ഇപ്രാവശ്യം ഞാൻ പത്രസമ്മേളനത്തിൽ വി ഡി സതീശന്റെ ബർമിംഗാം യോഗത്തിലെ അദ്ദേഹത്തിന്റെ പ്രസംഗം പത്രക്കാർക്ക് കേൾപ്പിച്ചു. ഇപ്പോഴെല്ലാം സാങ്കേതിക വിദ്യയുണ്ടല്ലോ. പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അത്രയേ ഉള്ളൂ, 2-2.5 മിനിറ്റേ ഉള്ളൂ. ആ 2.5 മിനിറ്റ് നേരം ഞാനത് കൃത്യമായിട്ട് സീനിൽ കൃത്യമായിട്ട് കാണാനും കേൾക്കാനും പത്രക്കാർക്ക് സാധിക്കുന്ന രീതിയിൽ ആ ടേപ്പ് കൃത്യമായിട്ട് വെച്ചു കൊടുത്തു. അപ്പൊ ഇനി ഒരാൾക്കും പറയാൻ സാധിക്കില്ല. നേരത്തെ അസംബ്ലിയിൽ മാത്രമേ അത് കാണിച്ചിട്ടുള്ളൂ. ഇത് അസംബ്ലിക്ക് വെളിയിൽ പത്രസമ്മേളനത്തിൽ തന്നെ തിരുവനന്തപുരത്ത് ഞാനത് കൃത്യമായിട്ട് കാണിച്ചു. കാണുകയും ചെയ്തു, കേൾക്കുകയും ചെയ്തു. വി ഡി സതീശൻ പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗത്തിൽ പറഞ്ഞത് നിങ്ങൾ 500 പൗണ്ട് എങ്കിലും സംഭാവന ചെയ്യണമെന്നാണ്. 500 പൗണ്ട് എങ്കിലും സംഭാവന ചെയ്യണം. വിദേശികളോടും വിദേശത്തുള്ള ഇന്ത്യക്കാരോടും പറഞ്ഞാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, 3 തരത്തിലാണ് ഞാൻ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വികലാംഗനുള്ള കുടുംബം, പ്രയാസമാണ്. 2, ഈ ഓട്ടിസം ഉൾപ്പെടെയുള്ള മാറാരോഗങ്ങളുള്ള കുടുംബം, അവർക്ക് വീട്. 3, ഗൃഹനാഥനില്ല, ഗൃഹനാഥിയായിട്ടുള്ളത് സ്ത്രീയാണ്. അങ്ങനെ സ്ത്രീകൾ മുൻകൈയുള്ള കുടുംബം. ഈ 3 കാറ്റഗറിയിൽപ്പെട്ട 216 ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി മിനിമം നിങ്ങൾ
500 പൗണ്ടെങ്കിലും സംഭാവനയായിട്ട് നൽകണം എന്ന് കൃത്യമായിട്ട് പറയുന്ന വീഡിയോ ടേപ്പ് പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് നിയമസഭയിൽ ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ ജെയിംസ് മാത്യു തന്നെ കൃത്യമായിട്ട് പറഞ്ഞതാണ് അവതരിപ്പിച്ചത്. ഇങ്ങനെ ഞാൻ ഒരു നയാ പൈസ പിരിച്ചിട്ടില്ല എന്ന് ആദ്യം അസംബ്ലിയിൽ പറഞ്ഞ കേരളത്തിന്റെ അന്നത്തെ നേതാവ് MLA കൃത്യതയോടുകൂടി ടേപ്പ് വന്നാൽ പിന്നെ ഒന്നും വേറെ പറയാൻ പറ്റില്ലല്ലോ. അത് സമ്മതിച്ചു. അത് കളവാണ്. ആദ്യം പറഞ്ഞത് കളവാണ് എന്നും പിന്നെ അദ്ദേഹം പറഞ്ഞത് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്നാണ്. പിന്നെ ആരുടെ അക്കൗണ്ടിലേക്കാണ് വന്നത്? ആർക്കാ അറിയാത്തത്? പണം പിരിക്കാനേ സാധിക്കില്ല. വിദേശ നാണയ നിയമമുണ്ട്, കൈമാറ്റ നിയമം. ആ കൈമാറ്റ നിയമം അനുസരിച്ച് മാത്രമേ പണം പിരിക്കാനും സ്വരൂപിക്കാനും സാധിക്കുകയുള്ളൂ. ഇപ്പോൾ VD സതീശന്റെ പേരിൽ ആ പണം വരില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അദ്ദേഹം ഒരു സാമർത്ഥ്യത്തോട് പറയാണ് എൻ്റെ അക്കൗണ്ടിലില്ല. പിന്നെ ആരുടെ അക്കൗണ്ടിലാണ് ഈ പണമെല്ലാം പോയത്? ഇവിടെ നിതീഷ് പറഞ്ഞതുപോലെ ആ അക്കൗണ്ട് മണപ്പാട്ട് ഫൗണ്ടേഷൻ്റെതാണോ? അല്ല മഞ്ഞാലി നവാസിൻ്റെതാണോ? മഞ്ഞാലി നവാസ് പുതുതായിട്ട് വന്ന പേരാണ്. ഇതെല്ലാം ഒരു ബിനാമി സംവിധാനമാണ്. ഇതൊന്നും ആരും മനസ്സിലാക്കിയില്ല എന്ന് VD സതീശൻ ധരിക്കണ്ട. മണപ്പാട് ഫൗണ്ടേഷൻ ആയാലും അതുപോലെ തന്നെ ഈ മഞ്ഞാലി നവാസ് ആയാലും അവരെല്ലാം ബിനാമിയായിട്ട് ഇതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ പണമെല്ലാം അങ്ങനെയാണ് കൈമാറി വന്നത്. ഈ പണം ഉപയോഗിച്ച് എവിടെ ഈ 216 വീട്? ഇനി ചോദിക്കാനുള്ള കാര്യം നിയമപരമായിട്ട് പാടില്ലാത്തതാണ്. നിയമസഭാ സെക്രട്ടറിയുടെ അംഗീകാരമില്ലാതെ വിദേശത്ത് പോയി. വിദേശത്ത് പോയാൽ തന്നെ പണം പിരിക്കാൻ അവകാശമില്ല. പണം പിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട നിയമം അടിസ്ഥാനപ്പെടുത്തിയിട്ട് കുറ്റമാണ്. വിദേശ നാണയ വിനിമയവുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഗുരുതരമായ കേസാണ്. ആ കേസ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു കേസും ചാർജ് ചെയ്യപ്പെട്ടില്ല എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യം ഇതിൽ ഇതുപോലുള്ള ഏജൻസികൾ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. ഒരു സംശയവും വേണ്ട, അവരന്വേഷിക്കാതെ ഇത് പൂർണ്ണാവില്ല. അപ്പോൾ അവിടെ പണം പിരിച്ചിട്ടുണ്ട്. പണം നീ പറയുന്ന പോലെയുള്ള നിരവധി സംവിധാനങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കൈമാറ്റം ചെയ്ത പണത്തിന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഈ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിട്ട് നിർവഹിച്ചോ? വ്യാപകമായിട്ട് പണം പിരിക്കുക, പണം പിരിച്ചതെല്ലാം പൂർണ്ണമായിട്ട് സ്വന്തമായിട്ട് അമുക്കുക. ഇതന്നെയാണ് നിങ്ങൾ പ്രതിപക്ഷ നേതാവും സണ്ണി ജോസഫ്, ഇപ്പോഴത്തെ മന്ത്രി, KPCC പ്രസിഡന്റ്, KPCC ഇപ്പോഴും പ്രസിഡന്റ് തന്നെയാണ്, മാറിയിട്ടില്ല. ആ പ്രസിഡന്റ് പോയപ്പോൾ ഞങ്ങളുടെ ജോയിന്റ് അക്കൗണ്ടിൽ മുണ്ടക്കൈ ദുരന്തത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാൻ ഞങ്ങൾ 230 വീട് വെച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. 100 വീട് കോൺഗ്രസിൻ്റെത്, 100 വീട് രാഹുൽ ഗാന്ധിയുടേത്, 30 വീട് യൂത്ത് കോൺഗ്രസിൻ്റെത്. അങ്ങനെ 230 വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പണം പിരിച്ചിട്ടുണ്ട്. പണം പിരിക്കുക എന്ന് പറഞ്ഞാൽ അതും വളരെ രസകരമാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജീവനക്കാർ ഉൾപ്പെടെയുള്ള എല്ലാവരോടും പറഞ്ഞു, ഫണ്ടിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണം. അപ്പോൾ അന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന UDF തീരുമാനിച്ചു ഒരു നയാ പൈസയും കൊടുക്കേണ്ടതില്ല. പ്രതിപക്ഷ പാർട്ടികൾ കൊടുക്കേണ്ടതില്ല, MLA മാർ കൊടുക്കേണ്ടതില്ല, MP മാർ കൊടുക്കേണ്ടതില്ല. ആരും ഒരു പൈസയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കേണ്ടതില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്താൽ അതിനൊന്നും വ്യക്തതയുണ്ടാവില്ല എന്ന് അന്ന് പ്രസംഗിച്ചതാണ് VD സതീശൻ. എന്നിട്ട് ഞങ്ങളുടെ തന്നെ രീതിയിൽ പണം പിരിക്കുമെന്നാണ്. അന്ന് KPCC പ്രസിഡന്റ് ആയിരുന്നത് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ സുധാകരനാണ്, K. സുധാകരൻ. ആരും പണം എവിടെയും വേറെ കൊടുക്കാൻ പാടില്ല. നമ്മുടെ നിധിയിലേക്ക് പണം നൽകണം. എല്ലാവരും നിധിയിലേക്ക് പണം നൽകി. MLA മാർ, MP മാർ, സാധാരണക്കാരായ ആളുകൾ, കോൺഗ്രസിന്റെ പ്രവർത്തകർ, കേരളത്തിലുടനീളം ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആളുകളിൽ നിന്നെല്ലാം പണം വാങ്ങി നിങ്ങൾ. അങ്ങനെ കോടിക്കണക്കിന് ഉറുപ്പ്യ കിട്ടി എന്നാണ് വെബ്സൈറ്റിൽ പറഞ്ഞത്. കോടിക്കണക്കിന് ഉറുപ്പ്യ. എത്ര കോടിയാണെന്ന് പറഞ്ഞില്ല, 100 കണക്കിന് കോടിയാണ് നിങ്ങൾ പിരിച്ചത്. ഈ 230 വീടുണ്ടാക്കുന്നതിന് വേണ്ടി
യൂത്ത് കോൺഗ്രസ്സുകാർ വേറെ പിടിച്ചു. കോൺഗ്രസ്സുകാർ ഞാൻ ഈ പറഞ്ഞ പോലെ പിരിച്ചു. എംപിമാരും MLA-മാരും പണം കൊടുത്തു എന്നാണ് പറയുന്നത്. ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിങ്ങൾ പണശേഖരണം നടത്തി. ആ പണശേഖരം നടത്തിയത് പുനർജനി പോലെ തന്നെ. ഒരു നയാ പൈസയുടെ ബാക്കി ഇപ്പോഴില്ല എന്നാണ് പറയുന്നത്. എല്ലാം തീർന്നു പോയി. അത്രേ ഒരു 4-5 കോടി ഉറുപ്പിയുടെ കണക്ക് ആകെ ഒരു കടലാസ് കൊണ്ടുവന്നിട്ട് സണ്ണി ജോസഫ് പറഞ്ഞത്. ശുദ്ധ അസംബന്ധ കണക്കാണ്. വ്യക്തമായ ഒരു കണക്കും പറഞ്ഞിട്ടില്ല. അപ്പൊ പറഞ്ഞു ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കും, ഞങ്ങൾ സ്ഥലം എടുത്തു. ആന കയറുന്ന ഒരു സ്ഥലം ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. അവിടെ ആനക്കൂട്ടത്തോടുകൂടി വരുന്ന സ്ഥലമാണെന്ന് ഇപ്പൊ എല്ലാവരും മനസ്സിലായിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് വളരെ ശക്തമത്തായ എതിർപ്പ് വന്നപ്പോ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കൊണ്ടുവന്ന് തറക്കല്ലിട്ടു. അപ്പൊ തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. ഞങ്ങൾ 230 വീടിന്റെ തറക്കല്ലിട്ടു എന്ന് അവർ പറഞ്ഞു. ആ തറക്കല്ലിന്റെ മേലെ ഒരു കല്ല് ഇതേവരെ വെച്ചിട്ടില്ല. കല്ല് വെക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ അക്കൗണ്ടിൽ ഒരു നയാ പൈസ ബാക്കിയില്ല എന്ന് സണ്ണി ജോസഫ് പറയുകയും ചെയ്തു. നിങ്ങൾ എത്ര കോടി ഉറുപ്പിയുടെ കൊള്ളയാ നടത്തിയത്? പാവപ്പെട്ട മനുഷ്യന്റെ ജീവൻ പൊലിഞ്ഞു പോയ ശവം ചൂണ്ടിക്കാണിച്ച് 2 വാർഡ് തന്നെ പൂർണ്ണമായിട്ട് ഇല്ലാതായി പോയ മുണ്ടക്കൈ ദുരന്തത്തെപ്പറ്റി, ആ ദുരന്ത ഭൂമിയിലുള്ള ആളുകൾക്ക് ഞങ്ങൾ വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് 230 വീടിന് വേണ്ടി നിങ്ങളെല്ലാം ഫണ്ട് പിരിച്ച് പണം പിരിച്ച് ആ പണം മുഴുവൻ ഇപ്പോഴും എവിടെയും കാണാനില്ല. ഇത് വരുമ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. ദുരന്ത ഭൂമിയിൽ നിന്ന് വൈകാരികമായ തലത്തിൽ 100 കണക്കിന് കോടി ഉറുപ്പിക പിരിച്ചുണ്ടാക്കുക. എന്നിട്ട് ഒരു നയാ പൈസയും അതിനുവേണ്ടി ചെലവഴിക്കാതെ ആ പണം മുഴുവൻ സ്വാഹ, നായനാരുടെ ഭാഷയിൽ അങ്ങനെയാണ്, സ്വാഹ, എല്ലാം പൂർണ്ണമായിട്ടും അവരുടെ രീതിയിൽ കൈകാര്യം ചെയ്യുക. ഒരു കണക്കുമില്ല, ഒരു കണക്കും പറയുന്നില്ല. പറഞ്ഞ കണക്ക് കളവാണ് എന്ന് എല്ലാവരും സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് സണ്ണി ജോസഫ് പറഞ്ഞ കണക്ക് തെറ്റാണ്. ഞങ്ങൾക്ക് ആകെ 5 കോടി ഉറുപ്പികയെ കിട്ടിയിട്ടുള്ളൂ. അതിൽ യൂത്ത് കോൺഗ്രസ് തന്നെ 1 കോടിയിലധികം കൊടുത്തിട്ടുണ്ട് എന്ന് അവരും പറയുന്നുണ്ട്. ഈ പണമെല്ലാം എവിടെയാ പോയേ? യൂത്ത് കോൺഗ്രസ്സുകാർ പിരിച്ച മുഴുവൻ കൊടുത്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. കോൺഗ്രസ് പിരിച്ച പണം അവിടെ പോയി ജോയിന്റ് അക്കൗണ്ടിലുണ്ട് എന്നാണ് പറഞ്ഞത്. അതില്ല. അപ്പൊ അതിന്റെ മുന്നിലാണ് യഥാർത്ഥത്തിൽ 2018 ദുരന്തം വന്നപ്പോഴുള്ള ഈ ചിത്രം. ഇങ്ങനെ കളവ് ശക്തിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെ പറഞ്ഞില്ലേ, 2018 അവസാനമാകുമ്പോൾ ചോദ്യം ചോദിച്ചു, എപ്പോഴാണ് നിങ്ങൾ ഇതിന്റെ കൃത്യമായ കണക്ക് പറയുക? അപ്പോ VD സതീശൻ പറഞ്ഞു 2019 ഡിസംബറിൽ, എന്തോ മുഹൂർത്തം, 2019 ഡിസംബറിൽ ഞങ്ങൾ ഇതിന്റെ കൃത്യമായ കണക്ക് അവതരിപ്പിക്കും. 2019 എവിടെയും കണക്ക് അവതരിപ്പിച്ചിട്ടില്ല. പിന്നെ VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വീട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതാണ് വിചിത്രമായ ഒരു കാര്യം. ഞാൻ പറവൂരാരോട് ചോദിക്കുകയാണ്. ഈ പറവൂരിൽ 216 വീടിന് വേണ്ടി പണം പിരിച്ച് വിദേശത്ത് നിന്ന് പണം കൊണ്ടുവന്ന് വിവിധ ഏജൻസികളുടെ കയ്യിലൂടെ പണം കൈമാറി ഇവിടെ എത്തിയതിനു ശേഷം VD സതീശന്റെ ഈ പറയുന്ന പുനർജനി പദ്ധതിയുടെ ഭാഗമായി ആർക്കെങ്കിലും ഒരാൾക്ക് വീട് കൊടുത്തതിന്റെ തെളിവ് പറയാനുണ്ടോ? അപ്പോൾ പറയുന്നത് 19 വീട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പുനർജനിയുടെ ഭാഗമായിട്ട്. ആ 19 വീട് സ്വകാര്യ ആശുപത്രിക്കാര് അതുപോലെ തന്നെ ഓരോരുത്തരും സ്പോൺസർ ചെയ്ത് ഉണ്ടാക്കിയതാണ്. ആ 19 വീടും പുനർജനിയായിട്ട് യാതൊരു ബന്ധമില്ല. അതിന്റെ റോഡിന്റെ മേലെ പുനർജനി എന്ന് ബോർഡ് വെച്ചത് മാത്രം. ആ വീട് നിർമ്മിച്ചതൊന്നും പുനർജനിയല്ല. നമ്മുടെ മെഡിസിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയതാണ്. ഒരുപാട് ആശുപത്രി അതുപോലെ തന്നെ വ്യക്തികൾ അവരെല്ലാം ചേർന്നിട്ടാണ് ഈ 19 വീട് ഉണ്ടാക്കിയത്. അല്ലാതെ പുനർജനിയുടെ ഭാഗമായിട്ടുള്ള വീടല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പുനർജനിയുടെ ഭാഗമായിട്ട് നിങ്ങൾ പറഞ്ഞ 216 വീട് ഇവിടെ, ആ വീട്ടിൽ നിന്ന് താമസിക്കുന്നവർ ആര് എന്ന് പറഞ്ഞാൽ വെറുതെ ആരെങ്കിലും അതല്ലോ, ആരെങ്കിലും ഉണ്ടാവില്ലേ? ഒരു മനുഷ്യനുണ്ടാവില്ലേ? 216 വീടുണ്ടെങ്കിൽ 216 കുടുംബം ഉണ്ടാവില്ലേ? ആ 216 കുടുംബത്തിന്റെ പേര് പറ. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ പറവൂർക്കാർക്ക്. ഞങ്ങൾക്ക് ചിലപ്പോഴും പറവൂരിലെ ആളുകൾ മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പറവൂരുള്ള ഓരോരുത്തർക്കും മനസ്സിലാവുമല്ലോ. ഇന്ന ആളുകൾക്ക് വീട് കിട്ടി.
216 ഒന്നാമത്തെ ആള്, രണ്ടാമത്തെ ആള്, 100-ാമത്തെ ആള്, 216-ാമത്തെ ആള്. കളവല്ലെങ്കിൽ കൃത്യമായിട്ട് വിശദമായ രേഖയുണ്ട്, വിശദമായ കാര്യങ്ങൾ അവതരിപ്പിക്കാനും കഴിയും, കണക്കും പറയാൻ കഴിയും. എന്തേ നിങ്ങൾ പറയാത്തത്? എന്തുകൊണ്ടാണ് ഈ കാര്യം കൃത്യമായിട്ട് ജനങ്ങളോട് പറയാത്തത്? ഒറ്റ ഉത്തരേ ഉള്ളൂ, പറയാൻ നിങ്ങൾക്കാവില്ല. കാരണം നിങ്ങൾ ഈ പറയുന്ന 216 ആൾക്ക് വീട് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ പുനർജനിയുടെ പേര് വെച്ച 19 വീടിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ ഏജൻസികൾ നൽകിയിട്ടുള്ള സംഭാവനയുടെ ഭാഗമായിട്ടുണ്ടാക്കിയ വീടാണ്. നിങ്ങൾ കുറേശ്ശെ പൈസ അവിടെ ഇവിടെയെല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. വെള്ളം കയറിയവർക്ക്, കടക്കാർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതും ഇതും തമ്മിൽ ഇത് രണ്ടും രണ്ടാണ്. ഞാൻ ഒരു പൈസയും കൊടുത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ തയ്യൽ മെഷീൻ ഉണ്ടായി കൊടുത്തിട്ടുണ്ടാവാൻ കുറച്ച്. ഇവിടെ കോടിക്കണക്കിന് ഉറുപ്പിക പിരിച്ച് 500 പൗണ്ടെങ്കിലും മിനിമം നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞിട്ട് UK നിന്ന്, ബ്രിട്ടനിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന് നിങ്ങൾ പിരിച്ചു കൊണ്ടുവന്ന പണം വിവിധ ഏജൻസികൾ മുഖേന ബിനാമി ഏർപ്പാടിന്റെ ഭാഗമായി നിങ്ങൾ എവിടെ ചെലവാക്കി? നിങ്ങൾ ആ പണം എന്താണ് ചെയ്തത്? വ്യാപകമായ പണം പിരിച്ചിട്ടും നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കാതെ എന്തുകൊണ്ടാണ്? ഈ കാര്യം പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം നടന്ന ഒരു മണ്ഡലം തന്നെയാണ് ഈ പറയുന്ന മണ്ഡലം, പറവൂർ മണ്ഡലം. അതിന്റെ ഒരു ചിത്രം തന്നെയാണ് ഇവിടെ. ഓരോ പഞ്ചായത്തിലും ഉണ്ടായ വീട് 500-600 വീടുകൾ ഉൾപ്പെടെ കൃത്യമായിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വന്ന് താക്കോൽ കൈമാറിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അത് ആയിരക്കണക്കിന് വീടാണ്. എന്നിട്ട് എവിടെ നിന്റെ 216 വീട് എന്നാണ് VD സദസ്യനോട് ചോദിക്കാനുള്ളത്? അപ്പോൾ ശരിയായ രീതിയിൽ കണക്കുകൾ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് പകരം കണക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേതായാലും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ച് കൊടുക്കുന്നതല്ല. കേസെല്ലാം അവസാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നടത്തിയുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ രമേശ് ചെന്നിത്തലയുടെ പത്രസമ്മേളനം തികച്ചും തെറ്റായ ഒന്നാണ്. കാരണം ഇപ്പോഴും ഹൈക്കോടതിയിൽ കേസ് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള സ്ഥിതി. അപ്പോൾ പ്രളയത്തെ ഉപയോഗപ്പെടുത്തി വലിയ രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളല്ല ഈ തുടങ്ങിയത് രാജേന്ദ്ര പ്രസാദാണ്. PS രാജേന്ദ്ര പ്രസാദ് എന്ന യൂത്ത് കോൺഗ്രസിന്റെ ഈ ജില്ലയിലെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന മനുഷ്യനാണ് ആദ്യമായിട്ട് വിജിലൻസ് കേസ് യഥാർത്ഥത്തിൽ കൊടുക്കുന്നത്. പിന്നെ കൊടുത്തത് ജെയ്സൺ പാനിക്കുളങ്ങര എന്ന് പറയുന്നവൻ. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം മരിച്ചും പോയി. ഈ രണ്ടുപേരും കൂടിയാണ് ഈ കേസെല്ലാം കൈകാര്യം ചെയ്തത്. ഇത്രയും ഗുരുതരമായ പ്രശ്നം ഉണ്ടായിട്ടും അത് സംബന്ധിച്ച് എന്തെങ്കിലും പറയാൻ, യാതൊരു കാര്യവും വിശദീകരിക്കാൻ അദ്ദേഹം കൂട്ടാക്കുന്നില്ല. ഓരോ ദിവസവും ഓരോ കളവ് പറഞ്ഞു പോവുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സമീപനം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അവസാനത്തെ കളവ് നിങ്ങൾക്കറിയാം. ഓരോന്നിന്റെ മേലെ കളവാണ്. അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഇവിടെ വന്നു. ഇവിടെ പറഞ്ഞില്ലേ ദേശം, ഭാര്യ പിതാവിന് അസുഖം. ആ അസുഖമാണെങ്കിൽ ആ അസുഖമാണ്, ഞാൻ ഭാര്യാപിതാവിനെ കാണാൻ പോയതാണെന്ന് പറയുന്നതിൽ എന്താ കുഴപ്പം? അത് ഗവൺമെന്റിന്റെ അക്കൗണ്ടിലാവുമെങ്കിൽ ഞാൻ വ്യക്തിപരമായ അക്കൗണ്ടിൽ അത് കൊടുത്തോളാം എന്ന് പറയുന്നതിൽ എന്താ വിഷമം? ഒരു പ്രയാസമില്ലല്ലോ, കൊടുക്കാലോ. ഭാര്യാപിതാവിന് അസുഖം വന്നു, കാണാൻ പോകുന്നതിൽ മനുഷ്യത്വപരമായിട്ട് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? അതിനിപ്പോ വന്ദേ ഭാരതി പിടിച്ചു വരണമെന്ന് പറയാൻ നിർബന്ധിക്കാൻ പറ്റുമോ? പറ്റില്ല. ഹെലികോപ്റ്റർ വരാം. സാമാന്യ മര്യാദ അനുസരിച്ച് കുടുംബത്തെ കാണാൻ വേണ്ടി പോകുമ്പോൾ ആ ഹെലികോപ്റ്ററിന്റെ ചെലവ് അദ്ദേഹം സ്വയം നിർവഹിക്കണമെന്നേ ഉള്ളൂ. അത് മാന്യമായ നിലപാടാണ്. ഇനിയിപ്പോൾ അതും വഴിയില്ല എങ്കിൽ പിന്നെ ഇതുപോലുള്ള സന്ദർഭത്തിൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. പോട്ടെ, അങ്ങനെ സംബന്ധിച്ച എന്തേ പറയാത്തത്? അതുമാത്രമല്ല, വന്നിട്ട് 2 പ്രാവശ്യം വന്നു. ഒരു പ്രാവശ്യം ആദ്യം വന്നപ്പോൾ ഇവിടെ ഇറങ്ങാൻ പറ്റിയില്ല. വീണ്ടും തിരിച്ചങ്ങോട്ടേക്ക് പോകും. അതിന് കൃത്യമായ സമയമൊക്കെ ഉണ്ട്. 11-18 അവിടെ എത്തി, തിരിച്ചുപോയി. പിന്നെ വീണ്ടും 12 മണിക്ക് വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ വീണ്ടും അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ വീട്ടിൽ വന്നു, കണ്ടു. പോട്ടെ, ഇത്രയും പറഞ്ഞാൽ മനസ്സിലാവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാന്യമായിട്ട് എൻ്റെ ഭാര്യ പിതാവിന് അസുഖമായിരുന്നു, മാനസികമായിട്ട് എനിക്ക് പോകേണ്ടിണ്ടായിരുന്നു, ഞാൻ അങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ചെലവിൻ്റെ കാര്യം പിന്നെ പറഞ്ഞാൽ മതി. അദ്ദേഹം എന്താ പറഞ്ഞത്? എന്തൊരു കഷ്ടം! അദ്ദേഹം പറയാണ്, ഞാൻ പോയത് ഭാര്യാപിതാവിനെ കാണാനല്ല, പിന്നെ എന്തിനാണ്? സംരംഭകനെ കാണാനാണ്. സംരംഭകനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ഏതായി ഈ സംരംഭകൻ? പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ കാണാൻ പോയ സംരംഭകൻ ആരാണ്?
പേര് പറയില്ല. കാരണം ഇല്ല. നിങ്ങളുടെ ടൂർ റൂട്ട് മുഴുവൻ നോക്കി, പോലീസിന്റെ റൂട്ട് മുഴുവൻ നോക്കി, പോലീസിന്റെ റിപ്പോർട്ട് മുഴുവൻ നോക്കി, നിങ്ങൾ നേരെ വീട്ടിലേക്ക് പോയതിന്റെ അപ്പുറം എവിടെ ഇറങ്ങിയിട്ടില്ല. ഇനി അയാൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മനുഷ്യനായിരിക്കുമല്ലോ, വേറെ ആരെങ്കിലും വരുമില്ലല്ലോ, സംരംഭകൻ. ആ സംരംഭകൻ വീട്ടിലാണോ വന്നത്? ഇത് വീട്ടിൽ നിന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമാണോ? മറ്റു മന്ത്രിമാരെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം ഒഴിവാക്കിയിട്ട് മുഖ്യമന്ത്രിയുമായി വീട്ടിൽ പോയി വീട്ടിൽ നിന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമാണോ സംരംഭകന്റെ പ്രശ്നം? ശുദ്ധ അസംബന്ധം പറയാ, കളവ് പറയാ, അതിന് ഒരു മടിയുമില്ല. രാവിലെ എഴുന്നേറ്റ് പത്രസമ്മേളനത്തിൽ കളവ് പറയാൻ യാതൊരു മടിയുമില്ല. അതേ ഇവിടെ ഈ കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരിതപൂർണമായ ദിവസങ്ങളാണ് കടന്നുപോയത്. ഇന്നിപ്പോഴും കുറെ മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ അറിയാലോ, എത്ര ശക്തമത്തായ രീതിയിലുള്ള കാലവർഷക്കെടുതി അഭിമുഖീകരിച്ചവരാണ് കേരളം. കേരളം കണ്ട നൂറ്റാണ്ടിനിടയിൽ കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു 2018-19 ആ കാലം. ആ കാലത്ത് ക്യാമ്പുകളിൽ താമസിച്ചവരുടെ എണ്ണം 15 ലക്ഷം. 15 ലക്ഷം സ്വന്തം വീട് വിട്ട് ഒഴിപ്പിക്കപ്പെട്ട് വീട്ടിൽ നിന്ന് പ്രദേശത്ത് നിന്ന് മാറി ഹൈസ്കൂളിലേക്ക്, UP സ്കൂളിലേക്ക്, ക്യാമ്പുകളിലേക്ക് പോയവരുടെ എണ്ണം 15 ലക്ഷത്തിലധികം വരും. ഇപ്രാവശ്യം ഈ എല്ലാ കുഴപ്പമുണ്ടായിട്ടും 13,000 കടന്നിട്ടില്ല. 13,000 ആളുകളാണ് ക്യാമ്പിലെത്തിയത്. ഞാൻ ചില ക്യാമ്പുകൾ പോയി നോക്കിയപ്പോൾ അവിടെ കിടക്കാൻ സ്ഥലമില്ല. സ്ഥലമുണ്ട്, ഒരു സാധനവുമില്ല. ഒരു പായിയാണ് കൊടുക്കുന്നത് 2 ആൾക്ക് 3 ആൾക്ക് വേണ്ടി. തിരിഞ്ഞു നോക്കാൻ ആളില്ല, റവന്യൂ ഉദ്യോഗസ്ഥന്മാരില്ല, പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റിന്റെ വക്താക്കളില്ല. അവർക്ക് എന്തെല്ലാം സൗകര്യം വേണം എന്നുള്ള ചോദ്യം പോലും ചോദിക്കുന്നില്ല. മുമ്പും ഇതേപോലെ മാറി വന്നവരായിരുന്നു, ഇപ്രാവശ്യവും മാറി വന്നവർ. മനോരമ പത്രം പറഞ്ഞല്ലോ, ഈ അനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടും പാഠം പഠിക്കുന്നില്ല. ഇന്നലത്തെ മനോരമയുടെ ഫ്രണ്ട് പേജിലെ ഒരു വാർത്ത അതായിരുന്നു, പാഠം പഠിക്കുന്നില്ല. ആര് പഠിക്കുന്നില്ല? VD സതീശൻ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അതാണ് മനോരമ. വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരൊന്നും പഠിക്കുന്നില്ല എന്ന് പറയുന്നത് ഇവരെല്ലാം ഉദ്ദേശിച്ചാണെന്ന്. അല്ല, പഴയ ഗവൺമെന്റിന്റെ കാലം മുതലേ കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. പക്ഷെ എന്നാലും പറഞ്ഞു, ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പാഠം പഠിക്കുന്നില്ല. ആ പാഠം പഠിക്കാത്തതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം എവിടെയൊക്കെ ദുരന്തമുണ്ടായോ ആ ദുരന്തമുണ്ടായ മേഖലയിൽ തന്നെയാണ് ഇപ്രാവശ്യവും ദുരന്തമുണ്ടായത്. ദുരന്ത നിവാരണം ഫലപ്രദമായി കൈകാര്യം ചെയ്യപ്പെട്ടിട്ടില്ല. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, വലിയ രീതിയിലുള്ള മഴ ഉണ്ടാവാൻ പോകുന്നു എന്നുള്ള കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു മണിക്കൂറുകൾക്ക് മുമ്പ്. പക്ഷെ അത് അവഗണിച്ചു. റെഡ് അലർട്ട് പ്രഖ്യാപിക്കാൻ പോലും തയ്യാറായില്ല. ഓറഞ്ച് അലർട്ടൊക്കെയാണ് പ്രഖ്യാപിച്ചത്. വലിയ മഴയായിരുന്നു പല സ്ഥലത്തും, വലിയ വെള്ളപ്പൊക്കം, അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള ഇടപാട് നടത്താൻ മുഖ്യമന്ത്രിയില്ല. മുഖ്യമന്ത്രി അവിടെയും ഇവിടെ 2 ഫോൺ കോൾ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്നതാണോ ഈ ദുരന്ത നിവാരണം? കേരളത്തിന്റെ ദുരന്ത നിവാരണത്തിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി 4 ദിവസം ഈ പ്രളയകാലത്ത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെലികോപ്റ്റർ യാത്ര, ഉച്ചഭക്ഷണം, നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ട പ്രമാണിയുടെ വീട്ടിൽ കണ്ടില്ലേ വിഭവങ്ങൾ, നിരത്തി വെച്ച വിഭവം പത്രമതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉച്ചഭക്ഷണം അവിടെ, പിന്നെ ജ്വല്ലറി ഉടമയുടെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടനം. ഇവിടെ വെള്ളം കയറി പാവപ്പെട്ട മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിരവധി ജീവൻ നഷ്ടപ്പെടുകയാണ്. അതാണ് തിരുവനന്തപുരത്ത് ജോണിന്റെ മകൾ, ജോണിന്റെ മക്കള്, ഇതിൽ ജിജോ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, പെൺകുട്ടി. ആ കുട്ടി ചോദിക്കുകയാണ് മുഖ്യമന്ത്രിയോട്, എന്റെ പാപ്പയെ കാണാതായിട്ട് 5 ദിവസമായി. നിങ്ങൾ ഹെലികോപ്റ്ററുമായിട്ട് ഭാര്യാപിതാവിനെ കാണാൻ പോയി. 5 ദിവസമായിട്ട് കാത്തിരിക്കുന്ന ഞങ്ങളുടെ മുമ്പിൽ ഒരു സാന്ത്വന വാക്ക് പറയാൻ പോലും ഒരാളുണ്ടായില്ല. കണ്ണീരോടുകൂടി പറഞ്ഞ കാര്യമാണ് തന്റെ സ്വന്തം പാപ്പയെ പറ്റി. അന്വേഷിച്ചിട്ട് ഒരു പിടുത്തമില്ല. അപ്പോഴാണ് നമ്മുടെ വേറൊരു മന്ത്രി, ഇവരെല്ലാം ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മന്ത്രി പറഞ്ഞത് കടലിലേക്ക് പോയാൽ പിന്നെ ബോഡി കിട്ടാൻ കുറെ സമയം പിടിക്കുന്നു.
കടലിൽ പോയാൽ പിന്നെ ബോഡിയാ കിട്ടുക? നമ്മൾ ബോഡിക്ക് പറയാ കടലിൽ പോയി കാണാതായി എന്നല്ലേ മാധ്യമം പോലും പറയുന്നത്. കാണാതായി. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളല്ലേ? ആ മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് കടലിൽ പോയാൽ മന്ത്രി പറയാ എത്ര ലാഘവത്തോടു കൂടിയാ പറയുന്നത്. കടലിൽ പോയാൽ ബോഡി കിട്ടാൻ സമയം പിടിക്കും എന്ന് പറഞ്ഞാൽ ഊർജ്ജസ്വലമായ ഒരു രക്ഷാപ്രവർത്തനവും ഇല്ല. പച്ചയായിട്ട് പറഞ്ഞാണ്. അത് മുരളി പറഞ്ഞാണ്. വേറൊരു പ്രധാനപ്പെട്ട മന്ത്രിയുണ്ട്. ആ മന്ത്രി KSRTC കയറി പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ചാ പറഞ്ഞത്. പറഞ്ഞു കേട്ടില്ലേ നിങ്ങൾ? അപമാനിക്കുകയാണ്. ഗവൺമെന്റിന്റെ ഒരു പരിപാടിയായിട്ടാണ് സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സിൽ മാത്രം, മറ്റെല്ലാ ബസ്സിലും പറഞ്ഞാൽ തീർത്ഥാടനത്തിലൊക്കെ പോകാമെന്നാണ് പ്രസംഗിക്കുക കോൺഗ്രസ്സുകാരൻ. തീർത്ഥാടനത്തിലൊക്കെ പോകാം, എവിടെയും പോകാൻ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് യാത്രക്ക് കൂലി വേണ്ട. എന്നിട്ട് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി CP ജോൺ പറയുക ഇവര് ഈ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ആ കുടുംബം മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നത് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ ഫീസ് കൊടുക്കുന്ന സ്കൂളിൽ. അച്ഛനും അമ്മക്കും സ്കൂളിലാതിരുന്നാൽ ആശുപത്രി വരാന്തയിൽ പോയി കിടന്ന് ചികിത്സ, ബസ്സില് തള്ളിക്കയറ്റം. എന്ന് പറഞ്ഞത് പാപമായിട്ട് അഭിനയിക്കുകയാണ്. നിങ്ങളെ പറ്റിയാ പറഞ്ഞ സ്ത്രീകളെ പറ്റി പാവമായിട്ട് അഭിനയിക്കുകയാണ്. ഇവന്റെ ഔദാര്യം പോലെയാണ്. നമ്മുടെ കൃത്യമായിട്ട് നികുതി പണമല്ലേ, നമ്മുടെ നികുതി പണമല്ലേ ഈ കൊടുക്കുന്ന പൈസയെല്ലാം. ഔദാര്യം പറ്റുന്ന സ്ത്രീകളെ പോലെ അഭിമാനബോധമുള്ള ആർക്കും ആ ബസ് കയറാൻ പറ്റാത്ത രീതിയിലുള്ള മനസ്സുണ്ടാക്കാനാണ് CP ജോൺ എന്ന് പറയുന്ന വകുപ്പ് മന്ത്രി പരസ്യമായിട്ട് പറയുന്നത്. അപമാനിക്കുകയാണ്. അതിനെതിരായ സ്ത്രീകളും അതുപോലെ തന്നെ ജനങ്ങളും ജനാധിപത്യ കേരളവും ശക്തിയായിട്ട് പ്രതിഷേധിക്കേണ്ടത് തന്നെയാണ്. ഒരു ഭാഗത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി താന്നോദിത്വം പറയുക, മറുഭാഗത്ത് എന്തും യാതൊരു തരത്തിലുള്ള ഗൗരവവും ഇല്ലാതെ കടലിലേക്ക് പോയാൽ ബോഡി കിട്ടാൻ പിന്നെ താമസിക്കേണ്ടി വരൂ എന്ന് പറയുന്ന മന്ത്രി, വകുപ്പ് മന്ത്രി. അത് നമുക്കറിയാം, കരുണാകരന്റെ മകനാണ് മുരളീധരൻ. സ്ത്രീകളെ അപമാനിക്കുന്ന പണി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ജോൺ. ഓരോ മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ 70 ദിവസമായിട്ടുള്ളൂ ഈ അധികാരത്തിൽ വന്നിട്ട്. 70 ദിവസം, 3 മാസമായിട്ടില്ല. 2 മാസം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ദുരന്തം വന്നത്. ആ ദുരന്തം ഉൾപ്പേരിക്കാൻ നിങ്ങൾക്കാവുന്നില്ല. ഞാൻ ദുരന്തത്തെയല്ല കുറ്റം പറയുന്നത്. ദുരന്തം ഉണ്ടാവും, ഇനിയും ഉണ്ടാവും. അത് നായനായ നമ്മുടെ ഗവൺമെന്റ് ആണോ, പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണോ, അല്ല VD സതീശന്റെ ഗവൺമെന്റ് ആണോ നോക്കിയിട്ടല്ലോ ദുരന്തം ഉണ്ടാവുന്നത്. പ്രതിയുടെ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് ദുരന്തങ്ങൾ വരാം. സഖാക്കളെ, സുഹൃത്തുക്കളെ, ദുരന്തങ്ങൾ ഉണ്ടായാൽ ആ ദുരന്തം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിലാണ് ശേഷി, കഴിവ്. അതാണ് കഴിഞ്ഞ 10 കൊല്ലക്കാലം പിണറായി ഗവൺമെന്റ് എന്തെല്ലാം നോക്കി വന്നു. അതുപോലെ തന്നെ കോവിഡ് വന്നു. അതിന്റെ മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ 18-19 ദുരന്തം വന്നു. എല്ലാ ദുരന്തം വന്നവും ജനങ്ങളെ ചേർത്ത് നിർത്തി, ഒപ്പം നിർത്തി. ഒരു പരാതിയുമില്ലാതെ 15 ലക്ഷം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്ന കേരളത്തിൽ എല്ലാ ക്യാമ്പുകളിലേക്കും ആവശ്യമുള്ള വസ്ത്രങ്ങൾ, ആവശ്യമുള്ള സാധനങ്ങൾ, ആവശ്യമുള്ള എല്ലാ അത്യാവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും കൃത്യമായിട്ട് എത്തിച്ചില്ലേ? ഗവൺമെന്റ് ചെലവിൽ മാത്രമല്ല എത്തിച്ചത്. ഗവൺമെന്റ് മാത്രമല്ല ഈ സാധനങ്ങളെല്ലാം എത്തിച്ചത്. യൂണിവേഴ്സിറ്റി കോളേജിലെ കുട്ടികൾ, 100 കണക്കിന് കുട്ടികൾ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ, പക്ഷെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഈ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് കളക്ട് ചെയ്ത് റെഡിയാക്കി പാക്ക് ചെയ്ത് വെക്കുന്ന പണിയെടുത്തില്ലേ അവര്? ചെറുപ്പക്കാരികൾ 100 കണക്കിന് രാവകലില്ലാതെ പണിയെടുത്തു. ഇതെല്ലാം ഈ കേരളം കണ്ടതല്ലേ? സന്നദ്ധ പ്രവർത്തനം. നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ പോരാളികളായിട്ടാണ് സഖാവ് പിണറായി വിജയൻ പറഞ്ഞത്. നമ്മുടെ യോദ്ധാക്കളായിട്ടാണ്. അവരാണ് പല സ്ഥലത്തും വള്ളവുമായിട്ട് പോയി ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത്. ബോട്ട് മാത്രമല്ല, നമ്മൾ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയാണ്. അവരെല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ അനുഭവം കേരളത്തിലുണ്ട്. അതിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് വൈകുന്നേരമാകുമ്പോൾ പത്രക്കാരുടെ മുമ്പിൽ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് കേരളത്തിന്റെ മുഴുവൻ ചിത്രവും അവതരിപ്പിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ ചിത്രം ഈ കേരളത്തിലെ മുഴുവൻ മനുഷ്യന്റെയും മനസ്സിലുണ്ട്. അതായിരുന്നു കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ നമ്മുടെ അനുഭവം. ഇവിടെ ദുരന്തമുണ്ടായിട്ട് 5 ദിവസം തിരിഞ്ഞു നോക്കിയില്ല.
6ാമത്തെ ദിവസമാണ് പത്രസമ്മേളനം നടത്തിയത്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കണ്ടതുപോലെ ഇന്നിപ്പോ കുട്ടികളെല്ലാം എടുത്തു നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് വി ഡി സതീശന്റെ. ഇന്നൊരു വാർത്തയായി വന്നിട്ടുണ്ട്. അത് പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലാണ്. എവിടെയും ഒന്നും കൊടുക്കാനില്ല, കിട്ടുന്നില്ല. ഞാൻ കോഴിക്കോട് ക്യാമ്പിൽ പോയി. 250 ആളുണ്ട്. ആ ക്യാമ്പ് പോയപ്പോൾ അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം മുഴുവൻ സാധനവും കിട്ടിയതാണ്. ഇപ്പോഴും പല്ല് തേക്കാൻ ബ്രഷില്ല, പേസ്റ്റ് ഇല്ല, സോപ്പില്ല, കിടക്കാൻ ഒരു മന്ത്രിപ്പായ പോലും ഇല്ല. പിന്നെന്താ ചെയ്യുക? ഞാനവിടെ സഹാക്കളുണ്ടായിരുന്നു, അവരെന്നെയാ ഉള്ളത്. നേരത്തെ പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനും അവിടെ ഇല്ല, ഒരാളും ഔദ്യോഗികമായിട്ട് അവിടെ ഇല്ല. അവർ തമ്മിൽ തർക്കമാണ്. റവന്യൂ ആണോ അല്ല തദ്ദേശ സ്വയംഭരണ വകുപ്പാണോ, ഏത് വകുപ്പാണ് എന്നതിനെപ്പറ്റി വ്യക്തതയില്ല. അതിനെല്ലാം കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കോർഡിനേഷൻ സംവിധാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. ഈ ഒരു അവസ്ഥയാണ് കേരളം അഭിമുഖീകരിക്കുന്നത് ഇപ്പോഴും. നമ്മുടെ അനുഭവങ്ങൾ, കഴിഞ്ഞ 10 കൊല്ലക്കാലത്ത് അനുഭവമുള്ള കേരളത്തിലെ ജനങ്ങൾ, ഒരു ക്രൈസിസ് ഉണ്ടായാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, ആ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനുള്ള സഖാവ് പിണറായി വിജയന്റെ കൃത്യമായിട്ടുള്ളൊരു മാതൃകയുണ്ട് ഇവിടെ. ആ മാതൃക പൂർണ്ണമായിട്ട് നിങ്ങൾ തകർത്തു. ആ മാതൃകയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ തയ്യാറായില്ല. ഇതാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. ഞാൻ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ വ്യക്തമായ ഒരു ചിത്രം. മുഖ്യമന്ത്രി കൃത്യമായിട്ട് കളവ് പറയുന്നു. മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കളവ് പറയുകയാണ്. കേസ് നിലനിൽക്കുന്നുണ്ട്, ആ കേസ് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യും. വിജിലൻസ് കേസ് മാത്രമാണ് നിങ്ങൾ ഇപ്പോഴും അവസാനിപ്പിച്ചു എന്ന് പ്രഖ്യാപിച്ചത്. ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് പറവൂർ. ഈ പറവൂർ മണ്ഡലത്തിലെ ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രതികൂലമായ സാഹചര്യത്തിൽ ഈ രാഷ്ട്രീയമായ കൃത്യതയോടുകൂടിയുള്ള നമ്മുടെ നിലപാട് അംഗീകരിച്ചുകൊണ്ട് രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കിതിവിടെ ഈ മണ്ഡലത്തിൽ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഈ തട്ടിപ്പ്, ബിനാമി ഏർപ്പാട്, ജനങ്ങളെ കബളിപ്പിക്കുന്ന നിലപാട്, മുണ്ടക്കൈ ദുരന്തത്തിന്റെ ഭാഗമായിട്ട് അതിനുശേഷം നടത്തിയുള്ള തട്ടിപ്പ്, ഇതെല്ലാം ജനങ്ങളോട് തുറന്നു പറയേണ്ടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 മാസം പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് കേരളത്തിൽ ഇതുപോലെ ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരുമുള്ള UDFന്റെ ഗവൺമെന്റ് സംവിധാനമായിട്ട് കേരളം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെതിരായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അതിശക്തമത്തായ സമരങ്ങളിലേക്ക്, പോരാട്ടങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. പുനർജനി തട്ടിപ്പ് ഇവിടെ അവസാനിപ്പിക്കാൻ തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതിബദ്ധതയോടുകൂടി മുന്നോട്ടേക്ക് വന്നാൽ സാധിക്കും. ഇനിയൊരു ചിന്ത ഇതുപോലുള്ള തട്ടിപ്പിൽ ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാക്കില്ല എന്നതിന് ഗ്യാരണ്ടി നിങ്ങൾ തന്നെയാണ്, ജനങ്ങളാണ്. അതിശക്തിയായ പ്രക്ഷോഭങ്ങളിലേക്ക്, സമരങ്ങളിലേക്ക് ഈ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പിനെ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഇനിയും മുന്നോട്ടേക്ക് നയിക്കുമെന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.